ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരും കഴിയുന്നവരൊക്കെ യിരെമ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായം വായിച്ചു എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ കുടുംബയോഗത്തിൻ്റെ സമയത്ത് അവസാനം പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി മൂലം എനിക്ക് പറയുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ദൈവാത്മാവിൻ്റെ പ്രേരണയുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു രീതിയിൽ പറയാമെന്ന് ഞാൻ കരുതിയത്. നിങ്ങൾ വായിച്ചു എന്ന് കരുതുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായം. അവിടെ ഒരു കുടുംബത്തെ പറ്റിയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാനതിനെപ്പറ്റി ഡീപ്പായിട്ടോ വലിച്ചു നീട്ടിയോ പറയുന്നില്ല. വളരെ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രേഖാബീർ എന്ന് പറയുന്ന കുടുംബത്തെ പറ്റിയാണ് ഈ 35-ാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. 1. 2. ആ രേഖാബീരുടെ കുടുംബത്തിലെ യോനാദാബിൻ്റെ തലമുറകളെ പറ്റിയാണ് ഇവിടെ വായിക്കുന്നത്. യോനാദാബ് എന്ന് പറയുന്നത് യേഹൂവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ദൈവപുരുഷനായിരുന്നു. നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ജോനാദാബിനെ പറ്റി കാണുവാനായിട്ട് ഇടയാകും. ജോനാദാബ് യേഹൂ ഇസബേലിനെ കൊന്നതിന് ശേഷം തിരിച്ചു വരുമ്പോൾ യോനാദാബിനെ കാണുകയും അവർ തമ്മിൽ അവിടെ വായിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒക്കുകയും അങ്ങനെ ഒരു നല്ല ഒരു ബന്ധത്തിലേക്ക് വരികയും അങ്ങനെ ഒരുമിച്ച് അവർ ദൈവത്തിന് വേണ്ടി ശുഷ്കാന്തി കാണിക്കുവാൻ അവർ പോവുകയും അങ്ങനെ ബാലിൻ്റെ എല്ലാ വിഗ്രഹങ്ങളെയും അതുപോലെ ബാലിൻ്റെ കിങ്കരന്മാരെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ഒരു ദൈവപുരുഷനായിരുന്ന ജോനാദാബിൻ്റെ തലമുറകളെ പറ്റിയാണ് ഇവിടെ കാണുവാനായിട്ട് ഇടയാകുന്നത്. വീണ്ടും മറ്റൊരു പശ്ചാത്തലം, ഈ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ വായിക്കുന്ന ഈ സമയത്ത് ഇസ്രായേൽ ഗൃഹം ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ ഗൃഹം ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെയാണ് ദൈവം യിരെമ്യാ പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് അവർക്കെതിരെ സംസാരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇനി ഞാൻ പെട്ടെന്ന് തന്നെ അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുന്നത്, ഇവിടെ യിരെമ്യാവിനോട് ദൈവത്തിൻ്റെ പ്രവാചകൻ യഹോവയായിരിക്കും ദൈവം ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. യിരെമ്യാവേ, നീ ചെന്നിട്ട് രേഖാബ് ഗൃഹത്തെ വിളിച്ചുകൊണ്ട് വരണം. 2-ാമത്തെ വാക്യം, രേഖാബ് ഗൃഹത്തെ നിൻ്റെ മുറിയിലേക്ക് ആലയത്തിലേക്ക് നീ വിളിച്ചുകൊണ്ട് വരണം. 3-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഇവരെന്ത് ചെയ്തു? ഇവർ നേരെ രേഖാബ് ഗൃഹത്തെ മുഴുവനും കൂട്ടി യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പിന്നെ പറഞ്ഞത്, അവർ ദൈവത്തിൻ്റെ യഹോവയുടെ അരുളപ്പാട് പോലെയാണ് അവർ ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഈ രേഖാബ് ഗൃഹത്തെ മുഴുവനും കൂട്ടിക്കൊണ്ട് ആലയത്തിലേക്ക് വന്ന ശേഷം അവിടെ 5-ാം വാക്യത്തിലേക്ക് വായിക്കുന്നത്, രേഖാബ് ഗൃഹക്കാരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെക്കുവാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ ഇവർ രേഖാബ് ഗൃഹത്തെ വിളിച്ചുകൊണ്ട് വന്നു. അവരുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച പാനപാത്രങ്ങളൊക്കെ വെച്ചു. അതിനുശേഷം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വീഞ്ഞു കുടിക്കുവാനായിട്ട് പറഞ്ഞു. ഒരു റിക്വസ്റ്റ് അല്ല, വീഞ്ഞു കുടിക്കുവിൻ എന്ന് കൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതാണ് യിരെമ്യാ പ്രവാചകനോട് യഹോവയുടെ അരുളപ്പാടുണ്ടായത്. അങ്ങനെ തന്നെ അവർ ചെയ്തു. അവർ വിളിച്ചുകൊണ്ട് വന്നു, അവരുടെ മുമ്പിൽ വീഞ്ഞു വെച്ചു. അതിനുശേഷം അവർ വീഞ്ഞ് കുടിക്കുവാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ വീഞ്ഞ് കുടിക്കുവാനായിട്ട് കൽപ്പിച്ചപ്പോൾ ഈ രേഖാബ് ഗൃഹക്കാരുടെ റെസ്പോൺസ്, അവരുടെ മറുപടിയാണ് 6-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് കാണുന്നത്. എന്താണ് അവർ മറുപടി പറഞ്ഞത്? അവർ പറഞ്ഞത്, ഞങ്ങൾ വീഞ്ഞ് കുടിക്കുകയില്ല. അവരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച് വെച്ചിരിക്കുകയാണ്, ഞങ്ങൾ വീഞ്ഞ് കുടിക്കുകയില്ല. അതിന് കാരണം, രേഖാബിൻ്റെ മകനായ ഞങ്ങളുടെ പിതാവായ ജോനാദാബ് ഞങ്ങളോട് നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടുകൂടി ഇരിക്കേണ്ടതിന് അവരതിൻ്റെ റീസൺ പറയുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മുമ്പിൽ നിറച്ച് വെച്ചിരിക്കുന്ന വീഞ്ഞ് ഞങ്ങൾക്ക് കുടിക്കാൻ വയ്യാത്തത്? അതിൻ്റെ കാരണം ഞങ്ങളുടെ പിതാവായിരിക്കുന്ന ജോനാദാബ് പറഞ്ഞ ചില കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ അവിടെ പറയുകയാണ്. 1, നിങ്ങൾ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് 7-ാം വാക്യം മുതൽ താഴോട്ട്, നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. 1, വീട് പണിയരുത്. 2, വിത്ത് വിതയ്ക്കരുത്. 3, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്. 4, ഈ വകയൊന്നും ഉണ്ടാക്കുകയും അരുത്. നിങ്ങൾ അതിനുശേഷം അവിടെ പറയുന്നത്, നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ, വീടൊന്നും ഉണ്ടാക്കേണ്ട, നിങ്ങൾ കൂടാരങ്ങളിൽ പാർക്കണം എന്ന് ഞങ്ങളോട് ഞങ്ങളുടെ പിതാവായിരിക്കുന്ന ജോനാദാബ് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു? അതിന് 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്താണോ ഞങ്ങളുടെ പിതാവ് കൽപ്പിച്ചിരിക്കുന്നത്
അത് ഞങ്ങളുടെ ജീവകാലത്ത് ഒരിക്കലും ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയോ ഞങ്ങൾ മുന്തിരിത്തോട്ടം ഉണ്ടാക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് വയലുകളുമില്ല, ഞങ്ങൾക്ക് വിത്തുകളുമില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ പിതാവ് കൽപ്പിച്ചതുപോലെ, ഞങ്ങളുടെ പിതാവായിരിക്കും ജോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങളനുസരിച്ച് ഇന്നും അതുപോലെ ജീവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്തുകൊണ്ടാണ് ഞാനിത് പറയുവാൻ ഇടയായിത്തീർന്നത്? രേഖാബ് ഗ്രഹം നമ്മൾ പിന്നീട് വായിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് മുമ്പിൽ ഒരു മാതൃകയായിട്ട് ദൈവം വെക്കുന്ന ഒരു ഗ്രഹമാണ് രേഖാബ് ഗ്രഹം എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു സാഹചര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആ സമയത്ത് വീഞ്ഞു കുടിക്കുന്നത് തെറ്റല്ല, വീട് പണിയുന്നത് തെറ്റല്ല, അന്നും ഇന്നും വിത്ത് വിതയ്ക്കുന്നത് തെറ്റല്ല, മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നത് തെറ്റല്ല, അതുപോലെ കൂടാരങ്ങളിൽ പാർക്കണമെന്നുള്ളത് നിർബന്ധമല്ല, വീട് പണിത് വീടുകളിൽ പാർക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ, തെറ്റില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇവരെ വിളിച്ച് മുമ്പോട്ട് വരുന്നത്. അതിലും വേറൊരു വലിയ പ്രത്യേകത അവിടെ കാണുന്നുണ്ട്. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നിൽക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിലാണ് നിൽക്കുന്നത്. ആരാണ് ഇവരെ വിളിച്ചിരിക്കുന്നത്? യഹോവയുടെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവാണ് അവരെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും വേണമെങ്കിൽ അവർക്ക് തെറ്റിക്കാം. അവർക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന വീഞ്ഞ് അവർക്ക് കുടിക്കാം, അല്ലേ? അവരോട് പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവാണ്. അയ്യോ, യഹോവയുടെ പ്രവാചകനല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പം ഞങ്ങളുടെ പിതാവ് പറഞ്ഞത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കോംപ്രമൈസ് ചെയ്യാം. അവർ ചെയ്തില്ല. 2, ഞങ്ങൾ നിൽക്കുന്നത് എവിടെ? ഞങ്ങൾ നിൽക്കുന്നത് വേറെ എങ്ങുമല്ല, ഞങ്ങൾ നിൽക്കുന്നത് യഹോവയുടെ ആലയത്തിൻ്റെ ഉള്ളിലാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതമായിരിക്കാം, ഇതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടമായതുകൊണ്ടാണല്ലോ യിരെമ്യാ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞത്. അതുപോലെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ഉള്ളിലാണല്ലോ വന്ന് നിൽക്കുന്നത്. അതുപോലെ മാത്രവുമല്ല, ഈ വീഞ്ഞു കുടിക്കുന്നതും മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നതും ഒന്നും തെറ്റല്ലല്ലോ, എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അത് വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊന്നും തെറ്റുമല്ല. വേണമെങ്കിൽ അവർക്ക് അങ്ങനെ വിചാരിക്കാം. പക്ഷെ അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. യിരെമ്യാവേ, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ഇന്നത് ചെയ്യുവാനായിട്ട് പാടില്ല. ഞങ്ങൾക്കതുകൊണ്ട് ഈ മുമ്പിൽ വെച്ചിരിക്കുന്ന വീഞ്ഞ് കുടിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം ഞങ്ങളുടെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പിതാവായിരിക്കും ജോനാദാബ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീഞ്ഞ് കുടിക്കരുത്, വിത്ത് വിതയ്ക്കരുത്, നിങ്ങൾ മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, നിങ്ങൾ ജീവവലിയുന്ന കൂടാരങ്ങളിൽ പാർക്കണം. അതുകൊണ്ട് യിരെമ്യാവേ, ഞങ്ങൾക്ക് ഇത് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കാറുണ്ടോ, ദൈവമക്കളാണല്ലോ പറയുന്നത്, ദൈവദാസനാണല്ലോ പറയുന്നത്, അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ ഹിതം അങ്ങനെ ആയിരിക്കുമല്ലോ. പലപ്പോഴും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഹൃദയം അങ്ങനെ മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് ഉപദേശിച്ചൊരു കാര്യമുണ്ട്, അതിൽ നിന്ന് ഞങ്ങൾ വിട്ടുമാറുകയില്ല എന്ന് പറയുന്നു. അതിനുശേഷം 12-ാമത്തെ വാക്യത്തിലോട് പറയുകയാണ്, യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായത് എന്തെന്നാൽ. യഹോവ യിരെമ്യാവിനോട് പറയുകയാണ് 14-ാമത്തെ വാക്യത്തിൽ, രേഖാബിൻ്റെ മകനായ യോനാദാബ് തൻ്റെ പുത്രന്മാരുടെ വീഞ്ഞു കുടിക്കരുത് കൽപ്പിച്ച് അവൻ നിവർത്തിക്കുന്നു. അവർ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഇന്നുവരെ കുടിക്കാതിരിക്കുന്നു. എന്നാൽ ഞാൻ ഇടപെടാതെ നിങ്ങളോട് കൽപ്പിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല. ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു രേഖാബിൻ്റെ കുടുംബമുണ്ട്. ആ രേഖാബിൻ്റെ കുടുംബം ഈ ലോകത്തിലെ തൻ്റെ പിതാവായിരിക്കുന്ന ജോനാദാബ് പറഞ്ഞിരിക്കുന്ന കാര്യം അച്ചട്ടായിട്ട് അനുസരിച്ച് പോരുകയാണ്. എന്നാൽ സ്വർഗീയ പിതാവായിരിക്കുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങളിതൊന്നും പ്രമാണിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞു. അതിനും പ്രമാണിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ 15-ാം വാക്യത്തിൽ, ഓരോരുത്തരും താൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളെ പ്രവർത്തികളെ നന്നാക്കുവിൻ, നിങ്ങളുടെ താൻ്റെ ദുർമാർഗം സ്വന്തം മാർഗത്തിൽ നടക്കുന്നു, അന്യദാന്മാരെ സേവിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ വാക്കുകളൊന്നും നിങ്ങൾ അനുസരിക്കുന്നില്ല. 15-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ ദുർമാർഗത്തിലേക്ക് നടക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ അയക്കുന്ന ദാസന്മാരെ ഒന്നും നിങ്ങൾ അനുസരിക്കുന്നില്ല, എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയോ നിങ്ങൾ ചെയ്തിട്ടില്ല. എന്നാൽ രേഖാബിൻ്റെ മകനായ യോനാദാബിൻ്റെ പുത്രന്മാർ അവരുടെ പിതാവ് കൽപ്പിച്ചിരിക്കുന്നത് പ്രമാണിച്ചിരിക്കുന്നു, ഈ ജനമോ എൻ്റെ വാക്ക് കേൾക്കുന്നില്ല. 16-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ വേദനയാണ് അവിടെ പറയുന്നത്, ഈ ജനമോ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല. അതുകൊണ്ട് അവർ പറയുന്നൊരു വാക്കുമുണ്ട് അവിടെ, യഹോവ പറയാണ് 17-ാം വാക്യത്തിൽ, യഹൂദയുടെ മേലും യെരൂശലേമിൽ മേലും ഞാൻ അവർക്ക് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും വരുത്തും.
18-ാം വാക്യത്തിലേക്ക് താഴോട്ട് വരുമ്പോൾ, അവിടെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രേഖാബിയുടെ ഗൃഹത്തിനോട് അനുബന്ധിച്ച് പറയുകയാണ്, യോനാദാബിന് ഒരു പുരുഷനും ഒരിക്കലും ഇല്ലാതെ വരികയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ, അതിൻ്റെ 18-ാം വാക്യം, യിരെമ്യാവ് രേഖാബ് ഗൃഹത്തോട് പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാവായ യോനാദാബിൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ ആജ്ഞയൊക്കെയും അനുസരിച്ച് അവൻ കൽപ്പിച്ചതൊക്കെയും ചെയ്തിരിക്കുകൊണ്ട് എൻ്റെ മുമ്പാകെ നിൽക്കുവാൻ രേഖാബിൻ്റെ മകനായ യോനാദാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് അവരോട് പറഞ്ഞത് കുടിക്കുവാനായിട്ട് പറഞ്ഞു. അവർ കുടിച്ചില്ല. അതിനുശേഷം ഈ യഹോവ അവരോട് പറയുകയാണ്, യഹോവ യിരെമ്യാവിനോട് പറയുകയാണ്, യിരെമ്യാവേ, നീ നോക്കുക, നീ എൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേല് ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടനുസരിക്കുന്നില്ല. ഇവിടെ ഈ ലോകത്തിലെ അവരുടെ പിതാവായിരിക്കുന്ന യോനാദാബ് പറയുന്ന വാക്ക് രേഖാബ് ഗൃഹം അവർ കേട്ടനുസരിക്കുന്നു. അതിന് ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പറയാം, ഈ യോനാദാബ് ജീവിച്ചിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യേഹൂവിൻ്റെ കാലഘട്ടത്തിലാണ്. ഏകദേശം 250-300 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ യോനാദാബ് ജീവിച്ചിരുന്നത്. നമ്മളിപ്പോൾ വായിക്കുന്ന ഈ സമയത്ത്, അതായത് യിരെമ്യാവിൻ്റെ ഈ യോശിയാവിൻ്റെ മകനായ യഹോയാക്കീമിൻ്റെ കാലം, അതാണ് ഇപ്പോഴത്തെ കാലം. ആ കാലത്തിനും ഇതിനിടയ്ക്ക് ഏകദേശം 300 വർഷം ഗ്യാപ്പുണ്ട്. ഈ 300 വർഷത്തെ ഗ്യാപ്പിൻ്റെ സാക്ഷ്യം അവരവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 10-ാം വാക്യത്തിൽ, ഞങ്ങളുടെ പിതാവ് കൽപ്പിച്ചതുപോലെയൊക്കെയും അനുസരിച്ച് നടക്കുന്നു. 300 വർഷമായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. എന്നാൽ 10 വർഷം കഴിഞ്ഞ്, അതൊക്കെ പണ്ടത്തെ ആരണ്ടൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന, അന്നത്തെ കാലഘട്ടമൊക്കെ പഴയ കാലഘട്ടം. നമ്മൾ ആ കാലഘട്ടമൊക്കെ മറന്നു. കാലഘട്ടങ്ങളൊക്കെ മാറി, അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറണം. അവർ പണ്ട് അങ്ങനെ കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അതല്ലല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതല്ലല്ലോ ചെയ്യും. ഞാൻ പറഞ്ഞത് ആ ഒരു വീഞ്ഞിൻ്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, അന്ന് 300 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നൊരു കാര്യം അവർക്ക് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാമായിരുന്നു. എല്ലാ സാഹചര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞത് അനുകൂലമാണ്. ദൈവദാസനാണ് പറയുന്നത്, ആലയത്തിലാണ് നിൽക്കുന്നത്, സാഹചര്യം ശരിയാണ്. പക്ഷേ അവർക്ക് അവരുടെ പിതാവ് കൽപ്പിച്ചിരിക്കുന്നതിൽ നിന്നും അവർ മാറുവാനായിട്ട് ഇടയായിട്ടില്ല. 200 വർഷം, 300 വർഷം, തലമുറകൾ കഴിഞ്ഞു. പക്ഷെ അവരുടെ പിതാവായിരിക്കുന്ന യോനാദാബ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ നിന്നും അവർ മാറിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം എന്താണ്? 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ, ഏതൊരു കാലത്തും അവിടെ വായിക്കുന്നത്, എൻ്റെ മുമ്പാകെ നിൽക്കുവാൻ രേഖാബിൻ്റെ മകനായ യോനാദാബിന് ഒരു പുരുഷനില്ലാതെ വരികയില്ല. അതായത് ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന ഈ സമയം ഏപ്രിൽ 5-ാം തീയതി ഞാൻ തോന്നുന്നു, ഏപ്രിൽ 4-ാം തീയതി 5-ാം തീയതി, ഈ സമയം, ഈ രാവിലെ, ഈ സമയത്ത് പോലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന രേഖാബിൻ്റെ കുടുംബത്തിലൊരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയും. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ. അത് നമുക്ക് ഇന്നല്ല മനസ്സിലാവുന്നത്, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാകുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഞാനിത് പറയുവാനുള്ള ഒരു കാര്യം, നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നൊരു കൽപ്പനയുണ്ട്. കൽപ്പന എന്ന് പറഞ്ഞാൽ അവർ കൽപ്പിക്കുന്നതല്ല, നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നൊരു മാതൃകയുണ്ട്. ആ മാതൃക ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ മുകളിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, ആ രേഖാബ് ഗൃഹം അനുസരിച്ചതുപോലെ, അവർ തങ്ങളുടെ പിതാവായിരിക്കുന്ന യോനാദാബ് അനുസരിച്ചതുപോലെ നമുക്കും അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഇവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേലിന് മുമ്പിൽ മാതൃകയായിട്ട് യഹോവയായിരിക്കുന്ന ദൈവം എടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കുന്നുനിലുള്ളവരും, കുറുപ്പന്തറയിലുള്ളവരും, ബോംബെയിലുള്ളവരും, പുതുപ്പള്ളിയിലുള്ളവരും, അതുപോലെ തന്നെ നെടുമാവുള്ളവരും, അങ്ങനെയുള്ള എല്ലാവരും ഏത് സ്ഥാനത്ത് ജീവിക്കുമ്പോഴും ദൈവം അവിടെ നമ്മളെ മാതൃകയാക്കി വെക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയാക്കി വെക്കുവാനായിട്ട് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മാതൃകയുള്ള ജീവിതം ഞാനും നിങ്ങളും ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? ഒരു ദൈവീക കുടുംബത്തിൽ എന്നെയും നിങ്ങളെയും ജനിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു
മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാനായിട്ടാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം എന്തു ചെയ്യും? ദൈവം പാപത്തോട് ഇടപെടും, ശക്തമായിട്ട് ഇടപെടും. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്, നമ്മുടെ ജഡത്തെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളൊരിക്കലും നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനതയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അത് ശരിക്കും നമ്മളെ ബാധിക്കുന്നൊരു വിഷയമാണ്. ദൈവം കർത്താവ് എപ്പോഴും പാപത്തെ ശരിക്കും ശക്തമായിട്ട് നേരിടും. അത് ചിലപ്പോൾ ഇന്നായിരിക്കില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും, ചിലപ്പോൾ നാളത്തെ കഴിഞ്ഞായിരിക്കും. പക്ഷെ പാപം ദൈവത്തിന് മുമ്പിൽ പാപമെന്ന് പറയുന്നത് ദൈവത്തിന് ഒരിക്കലും പൊറുക്കുവാനായിട്ട് കഴിയാത്തതാണ്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ്, നിങ്ങൾക്കറിയാം, ഇപ്പം ചാവുകടൽ ഇരിക്കുന്നൊരു ഭാഗം. ചാവുകടൽ ഇരിക്കുന്നത് ഞാനത് വായിക്കുന്നത് യിരെമ്യാ പ്രവചനത്തിൽ തന്നെ 53-54 അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഈ ഭൂമിയുടെ നടുഭാഗം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഭൂമിയുടെ നടുഭാഗം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ആ ഇസ്രായേലിൻ്റെ നടുഭാഗം എന്ന് പറയുന്നത് ചാവുകടലാണ്. നിങ്ങൾക്കറിയാം ചാവുകടൽ എങ്ങനെ ഉണ്ടായത്. ചാവുകടൽ എന്ന് പറയുന്നത് സോദോം ഗോമറയെ നശിപ്പിച്ചപ്പോൾ ആ സോദോം ഗോമറ നശിച്ച് ആ ഒരു ഭാഗത്താണ് ചാവുകടൽ ഉണ്ടായിരിക്കുന്നത്. ചാവുകടലിൽ നമ്മൾ വായിക്കുന്നത് നമുക്ക് അറിയാം, ഒരു പുല്ല് പോലും വസിക്കാത്തൊരു സ്ഥലമാണ് ചാവുകടൽ എന്ന് പറയുന്നത്. ചാവുകടൽ എന്ന് പറയുന്നത് ഒരു പുല്ല് പോലും വസിക്കാത്തൊരു സ്ഥലം. എങ്ങനെയാണ് ചാവുകടൽ ഉണ്ടായത്? സോദോം ഗോമറയുടെ അകൃത്യം ശരിക്കും ദൈവത്തിലേക്ക് എത്തിയപ്പോഴും ദൈവം ആ നഗരത്തെ നശിപ്പിക്കുവാനിടയായിത്തീർന്നു. നശിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ദൈവത്തിൻ്റെ വരവ് വരെയും, കർത്താവിൻ്റെ വരവ് വരെയും ഒരു വലിയ ഒരു വാണിംഗ് ആയിട്ട് ഭൂമിയുടെ ഒത്ത നടുക്കിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ സോദോം ഗോമറയെ പറ്റി ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഏദനെ പോലെ ഫലഭൂഷ്ടമായിരുന്ന ഒരു ദേശമായിരുന്നു ഈ സോദോം ഗോമറ എന്ന് പറയുന്ന ദേശം. എനിക്ക് അധ്യായം ഞാൻ വേണമെങ്കിൽ പിന്നീടാം. അവിടെ നിങ്ങൾ വായിച്ചാൽ ഏദൻ തോട്ടം പോലെ ഫലഭൂഷ്ടമായിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ സോദോം ഗോമറ എന്ന് പറയുന്നത്. പക്ഷേ ഫലഭൂഷ്ടമായിരുന്ന സ്ഥലമായിരുന്നാലും പാപത്തോട് ദൈവം ഒരു കോംപ്രമൈസും ദൈവം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും 1 പത്രോസ് ഞാൻ അതിന് വാക്യം ഒന്ന് എടുക്കാം. അതെ, പത്രോസിൻ്റെ ലേഖനത്തിലുമുണ്ട്, അതുപോലെ തന്നെ യൂദയുടെ ലേഖനത്തിലുമുണ്ട്. യൂദയുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന് വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലക്കായിട്ട് അന്ധകാരത്തിൽ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. 7-ാം വാക്യം, അതുപോലെ സോദോമും ഗൊമോരയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായ ദുർനടപ്പ് ആചരിച്ചു അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യ അഗ്നിയുടെ ശിക്ഷാവധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അതായത് ദൃഷ്ടാന്തമായി കിടക്കുന്നു. 7-ാം വാക്യം അങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. ഇംഗ്ലീഷിൽ വായിക്കുന്നത് went after strange flesh are exhibited as an example, ഉദാഹരണമായിട്ട്, ദൃഷ്ടാന്തമായിട്ട് ഇന്നും കിടക്കുന്നു. യൂദ ലേഖനം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ. പ്രിയമുള്ളവരെ, പാപത്തോട് ദൈവം ശക്തമായിട്ട് ഇടപെടും. ദൈവം പാപത്തെ ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത് വിടുന്ന ഒരു ദൈവമായിരിക്കില്ല. നമുക്ക് ഒരു കാര്യം നമുക്കൊന്നേൽ ഫാമിലി എന്നുള്ള നിലയിൽ നമുക്കൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ ജീവിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്നും പള്ളിയിൽ പോകുന്നതുകൊണ്ടല്ല, എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെയും നടപ്പ് എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുക. ഞാൻ ഇന്നലെ പെട്ടെന്നൊരു കാര്യം കേട്ടായിരുന്നു. യോസഫിനെ നമുക്കറിയാം, പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നപ്പം ഒരു പാപം ചെയ്യുവാനുള്ള വളരെ വളരെ ചാൻസ് യോസഫിനുണ്ടായിരുന്നു. വളരെ വലിയൊരു ചാൻസ് യോസഫിനുണ്ടായിരുന്നു. എന്നാൽ ആ പൊത്തിഫേർ അതിനു വേണ്ടിയിട്ട് യോസഫിനെ കടന്നു പിടിച്ചതാണ്. കടന്നു പിടിച്ചപ്പോൾ അവൻ്റെ വസ്ത്രം മാത്രം പൊത്തിഫേറിന് കിട്ടിപ്പോയി. പൊത്തിഫേറിന് വേണമെങ്കിൽ നമുക്ക് പാപം എന്നുള്ള രീതിയിൽ പാപമായിട്ട് വിളിക്കാം. ആ പാപം യോസഫിന് കടന്നു പിടിച്ചു. അവൻ്റെ വസ്ത്രം മാത്രം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു സുവിശേഷൻ അതിനെപ്പറ്റി പറഞ്ഞത്, ആ പാപം യോസഫിനെ കടന്നു പിടിച്ചു. ആ പാപം യോസഫിനെ കടന്നു പിടിച്ചപ്പോൾ അവന് ആ പാപത്തിന് വസ്ത്രം മാത്രം ലഭിക്കുകയും ചെയ്തു. ആ യോസഫ് നഗ്നനായിട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായിരുന്നു. വസ്ത്രമില്ലല്ലോ, വസ്ത്രം ഉപേക്ഷിക്കേണ്ടി വന്നു. നഗ്നനായിട്ട് കടന്നുപോയി.
വസ്ത്രം പിന്നീട് വാങ്ങുവാനായിട്ട് കഴിയും, അല്ലേ? വസ്ത്രം വീണ്ടും വാങ്ങുവാനായിട്ട് കഴിയും. എന്നാൽ വീണ്ടും വാങ്ങുവാനായിട്ട് കഴിയാത്ത ഒരു കാര്യമുണ്ട്, സാക്ഷ്യം. മറ്റുള്ളവരുടെ മുമ്പിലുള്ളൊരു സാക്ഷ്യം. അത് നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും വാങ്ങുവാനായിട്ട് കഴിയില്ല. ജോസഫിന് നഷ്ടപ്പെട്ടത് സാക്ഷ്യമായിരുന്നുവെങ്കിൽ പിന്നെ ഒരു രീതിയിലും എന്നേക്കും ആ സാക്ഷ്യം വീണ്ടെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. നഗ്നനായിട്ട് പോയി. തൻ്റെ വസ്ത്രം മാത്രം അവന് കിട്ടി. പക്ഷേ ആ വസ്ത്രം തിരിച്ച് വീണ്ടും അവന് വാങ്ങുവാനായിട്ട് കഴിയും. പക്ഷേ സാക്ഷ്യം ഒരിക്കലും വാങ്ങുവാനായിട്ട് കഴിയില്ല. പ്രിയമുള്ളവരെ, ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ ദൈവം വിളിച്ചത് വിശ്വസ്തരായിട്ട് ജീവിക്കുവാനാണെങ്കിൽ ആ ഒരു രീതിയിൽ നാം ജീവിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ പിതാക്കന്മാർ നമ്മൾ ഉപദേശിച്ചതാണ്. അതിൽ നിന്ന് വ്യതിചലിച്ച് പോയാൽ, മാതൃകയില്ലാതെ ജീവിതം നയിക്കുവാനിടയായി തീർന്നാൽ, പ്രിയമുള്ളവർ, ഇതൊന്നും പുറമേ കാണിക്കുന്നതല്ല ഞാൻ പറയുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. നിങ്ങൾ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിങ്ങൾ എടുത്തു നോക്കൂ. അവിടെ 2 സ്ത്രീകളെ പറ്റി കാണുവാനായിട്ട് കഴിയും. ഞാൻ പറയുന്നില്ല, അവിടെ അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ്. അപ്പോൾ നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നതാണ്, ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്നവരായിട്ട് ജീവിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയുള്ളവരായിട്ട് ജീവിക്കണം. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ ഉപദേശിച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് മാതൃക വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് വിട്ട് നമ്മൾ ഒരിക്കലും പോകുവാനായിട്ട് പാടില്ല. അങ്ങനെ പോയാൽ ഇന്ന് രക്ഷപ്പെടാം, നാളെ രക്ഷപ്പെടാം. എൻ്റെ കാര്യം കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. ഈ പറയുന്ന എൻ്റെ കാര്യം കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. ഇന്ന് രക്ഷപ്പെടാം, നാളെ രക്ഷപ്പെടാം. പക്ഷെ ദൈവം ഒരിക്കൽ നമ്മളെ പിടിക്കും. നമ്മൾ ആ ഒരു വലിയ ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ നടപ്പിൽ അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരിക്കട്ടെ. നമ്മളെ പരീക്ഷിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരും. വീഞ്ഞ് നിറച്ച് വെച്ചെന്നിരിക്കാം, പൊത്തുപേർ പിടിച്ചെന്നിരിക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറപ്പാട് പുസ്തകത്തിൽ ചില കൽപ്പനകൾ നമുക്ക് ചില കൽപ്പനകൾക്കെതിരെ വന്നിരിക്കാം. പക്ഷേ ഞാനും നിങ്ങളും ആരാണെന്നും നമ്മുടെ പിതാക്കന്മാരെന്താണ് നമ്മളെ പഠിപ്പിച്ചതെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.